നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഡെസേർട്ടാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ മധുരം ഇഷ്ടപ്പെടുന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡെസേർട്ട്. എപ്പോഴും ഒരേ രീതിയിൽ മധുര പലഹാരം കഴിക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ഡെസേർട്ടും കൂടെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൻ്റെ പേര് വൈറ്റ് ചോക്ലേറ്റ് ഡെസേർട്ട് എന്നാണ്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം. പാൽപ്പൊടി ഏത് പാൽപ്പൊടി ആയാലും കുഴപ്പമില്ല, ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ്. 1 ടീസ്പൂൺ കൊക്കോ പൗഡർ. പാൽപ്പൊടി എത്രയാണോ എടുക്കണേ അതിനനുസരിച്ച് കൊക്കോ പൗഡർ എടുക്കണം. അപ്പോൾ ഇപ്പോൾ 1 കപ്പ് പാൽപ്പൊടിക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ. കൊക്കോ പൗഡറിൻ്റെ അളവ് കൂടിയ കയ്ക്കും. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പാൽപ്പൊടിയും കൊക്കോ പൗഡറും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നെയ്യിൽ വറുത്തെടുത്തതാണ് ഇത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർക്കാം. ഇതും കൂടെ ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് മെൽറ്റായി കിട്ടണം. നൂൽപ്പരുവാവേണ്ട ആവശ്യമില്ല. നന്നായി തിളച്ച് പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായാൽ മതി. നമുക്കിപ്പോൾ എപ്പോഴെങ്കിലും മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം. വീട്ടിലിരിക്കുന്ന ഒരു ദിവസമോ ഒക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. പഞ്ചസാര തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ചൂടോടെ തന്നെ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ നന്നായി മെൽറ്റ് ആവണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരല്പം വാനില എസൻസ് ആണ്. 1/4 ടീസ്പൂൺ വാനില എസൻസ് അതും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ബട്ടറൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൗഡർ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർത്താൽ കട്ട പിടിക്കും. അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അല്പം പോലും തരിയില്ലാതെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് തയ്യാറാക്കാൻ ഇത്ര സമയം ആവശ്യമുള്ളൂ. കൊക്കോ പൗഡർ ചേർത്തതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ പാൽപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ മറ്റൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാ പൊടിയും ചേർത്തിട്ട് നമ്മൾ എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. ഒട്ടും കട്ട കെട്ടാതെ നന്നായി തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഏത് പാത്രത്തിൽ വേണമെങ്കിലും മാറ്റാം. അപ്പം ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് ഇത് മാറ്റാൻ വേണ്ടി എടുക്കുന്നത്. കേക്ക് ടിന്ന് ഒരല്പം ബട്ടർ തേച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ച് കൊടുക്കാൻ. ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് നന്നായി ചൂട് പോകണം. റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് നന്നായി തണുക്കണം. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് മാറ്റാവൂ. അപ്പം അതെല്ലാം ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം. ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഫ്രീസറിലേക്കോ ഫ്രിഡ്ജിലേക്കോ ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഫ്രീസറിൽ വെച്ചാൽ നമുക്കത് കട്ടയായിട്ട് കിട്ടും. ഫ്രിഡ്ജിലാവുമ്പോൾ കുറച്ച് ലിക്വിഡ് ഫോമിൽ കിട്ടും. അതെങ്ങനെയാണോ നമുക്ക് സൗകര്യം അതുപോലെ ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.